ഇത് അടൂർ MLA, കേരളത്തിൻ്റെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. മൂന്നാം വട്ടമാണ് അടൂരിൽ നിന്ന് ജയിക്കുന്നത്. പക്ഷെ എനിക്ക് ഗവർണറെ പരിചയം 2006 മന്ത്രിസഭയുടെ കാലത്ത്. അന്ന് നിങ്ങൾ കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാനായിരുന്നു. എന്താ ഓർക്കണതിനെ കുറിച്ച്? അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സന്തോഷമുള്ള നിമിഷമായിരുന്നു. കാരണം ഞാൻ ഈ ക്ഷേമനിധി ബോർഡിൻ്റെ മീറ്റിംഗ് കഴിഞ്ഞ് തൃശ്ശൂർ ഗസ്റ്റ് ഹൗസ്, ആ ഗസ്റ്റ് ഹൗസിൽ വിശ്രമിക്കുന്ന സമയത്താണ് സാറുണ്ടെന്ന് അറിഞ്ഞത് അവിടെ. അപ്പോൾ ഈ ക്ഷേമനിധി ബോർഡിൽ അന്ന് UDFൻ്റെ ഭരണകാലത്ത് കുടിശ്ശികയുണ്ടായിരുന്നു, ക്ഷേമനിധി ആനുകൂല്യം കൊടുക്കും. അപ്പോൾ എല്ലാവരും പറഞ്ഞു സാറോടെ ഉണ്ടല്ലോ, എങ്കിൽ പോയി കണ്ട് കുറച്ച് പൈസ ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ സാറിനെ വന്ന് കണ്ടു. ഞാൻ പറഞ്ഞൊരു 50 ലക്ഷം രൂപ തരണമെന്ന് പറഞ്ഞു. അപ്പോൾ സാറപ്പോൾ എന്നോട് എടുത്തു വെച്ചത് 50 ലക്ഷം മതിയോ? അപ്പോൾ ഞാനാകെ അത്ഭുതപ്പെട്ടു. സാധാരണ മന്ത്രിമാരോട് ചോദിക്കുമ്പം എന്തെങ്കിലുമൊക്കെ ഒഴിവൊഴിവ് പറയും, അല്ലെങ്കിൽ പിന്നെ ആലോചിക്കാൻ നോക്കട്ടെ വരട്ടെ എന്ന് പറയും. പക്ഷേ സാറ് പറഞ്ഞത് 50 ലക്ഷം മതിയോ, എത്ര രൂപ കൃത്യമായിട്ട് വേണം എന്ന് തിരക്കി ലിസ്റ്റുമായിട്ട് വരാൻ പറഞ്ഞു. അപ്പം തന്നെ ഞാൻ ബന്ധപ്പെട്ട എക്സിക്യൂട്ടീവ് ഓഫീസറെ വിളിച്ചു. ക്ഷേമനിധി ബോർഡിൻ്റെ കൃത്യം കണക്കെടുത്തപ്പം 100,14,90,00,000 രൂപ വേണം, കൃത്യ കണക്ക്. സാറ് 115 കോടി രൂപ അനുവദിച്ചു. അതാണ് ഏറ്റവും വലിയ. അതെ അതെ അതെ. കർഷക തൊഴിലാളികളുടെ പിന്നെ അതിവർഷാനുകൂല്യം. അതിവർഷാനുകൂല്യം. അപ്പോൾ ഇതുവരെ കൊടുത്തിട്ടില്ല. ഇത് നിയമത്തിൽ കൊടുക്കണമെന്നുണ്ട്, കൊടുത്തിട്ടില്ല. ഇത് കൊടുക്കേണ്ടതല്ലേ? ജനങ്ങൾക്ക് അവകാശപ്പെട്ടത് നമ്മൾ കൊടുത്തല്ലേ പറ്റൂ. അതുകൊണ്ട് എനിക്ക് രണ്ടാമത് ആലോചിക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് ഭയങ്കര അത്ഭുതമായിരുന്നു. വെച്ചാൽ അദ്ദേഹം വിചാരിച്ചത് നമ്മൾ പിശുക്ക് 50 ലക്ഷം ചോദിക്കുക 25 ലക്ഷം തരാം എന്നല്ലേ പറയേണ്ടത്. പക്ഷെ അതുകൊണ്ടൊരു ഗുണം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ 14 ജില്ലകളിലും ഞാൻ തന്നെ പോയി അതാത് സ്ഥലത്തെ MLA-മാരെ കൊണ്ട് അത് വിതരണം ചെയ്തു എന്നുള്ളതാണ്. അപ്പം LDF ഗവൺമെൻറ്റിൻ്റെ ഒരു നേട്ടമായി നമുക്ക് കാണിക്കാൻ പറ്റും. കാരണം കൃത്യമായി മഴ കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെ കാത്തിരിക്കുകയായിരുന്നു അവരെല്ലാം. ഇത് കിട്ടിയപ്പോൾ അവർക്ക് വലിയ സന്തോഷമായി എന്നുള്ളതാണ് സാറിൻ്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ്, എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സന്തോഷം. പക്ഷേ പല കാരണങ്ങൾ കൊണ്ടേ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഇത് ചെയ്യാൻ കഴിഞ്ഞില്ല. അതെ അതെ. അത് നമ്മൾ കൊടുത്തതിന് ശേഷം പിന്നെ ഇതുവരെ കൊടുത്തു, കുറച്ചെന്തോ കൊടുത്തിട്ടുള്ളൂ. പിന്നെ വീണ്ടും ഉമ്മൻചാണ്ടി ഗവൺമെൻറ് വന്നപ്പോൾ അത് നിർത്തി. ഞാൻ രണ്ടാമത് മന്ത്രിയായപ്പോൾ സാർ വീണ്ടും പൈസ അനുവദിച്ചു. പക്ഷേ എന്തോ ടെക്നിക്കൽ കാരണങ്ങൾ വെച്ച് പൈസ വിതരണം. പിന്നെ കോവിഡ് വന്നു, കോവിഡിൻ്റെ തന്നെ പ്രതിസന്ധിയായി. പക്ഷെ അതുകൊണ്ട് അന്നും ഇന്നും ഈ കർഷക തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ ആരാധനയോടെ കാണുന്ന ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ സാറിനെയാണ് അവർ ദൈവത്തെ പോലെ കാണുന്നത്. അതാണ് അവരുടെ ഒരു സന്തോഷം. കാര്യം അതുവരെ കിട്ടുമോ കിട്ടത്തില്ലോ എന്ന് അവർക്ക് പ്രതീക്ഷയില്ലാതിരുന്ന അവസരത്തിലാണ് ആ സാറ് പൈസ തന്നത്. അതൊരു തീർച്ചയായിട്ടും നമുക്കൊരു നല്ല അനുഭവമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളത്. അതുമാത്രമല്ല, പിന്നീട് 2011 ഞാൻ MLA ആയി. ഈ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ആയിരുന്നു. ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റിയിരുന്നില്ല ഈ നാട്ടിൽ. പക്ഷേ 2016 വീണ്ടും ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വന്ന് തോമസ് ഐസക് ധനകാര്യ മന്ത്രി ആയപ്പോഴാണ് വീണ്ടും നമുക്കൊരു ഒരു പുനർജീവനം കിട്ടിയ അനുഭവം കിട്ടിയത്. പക്ഷെ അന്ന് വലിയ പ്രതിസന്ധിയായിരുന്നു. ഓക്കി ദുരന്തം, നിപ്പ വൈറസ്, വെള്ളപ്പൊക്കം, കോവിഡ്. അതൊന്നും പൈസ ഇല്ലാത്തതുകൊണ്ടും നടക്കാൻ പറ്റില്ല. പക്ഷെ ആ പ്രതിസന്ധി പൈസ ഇല്ലെങ്കിലേ പൈസ ഇല്ലെന്ന് പറഞ്ഞു നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? ആരെങ്കിലും നമുക്ക് വല്ല സ്പെഷ്യൽ അലവൻസ് തരുമോ? അതുകൊണ്ട് എന്ത് പ്രശ്നം നമുക്ക് ചെയ്യാന്നല്ലാതെ വേറെ നമ്മൾക്ക് ഇല്ല എന്നും പറഞ്ഞു നടന്നിട്ട്. അല്ല, അത് എനിക്കൊരു സന്തോഷം തോന്നിയ കാര്യം, ഈ 2018 ധനകാര്യ മന്ത്രി എന്നുള്ള നിലയിൽ ഞങ്ങൾ MLA-മാരോട് പറഞ്ഞു 20 പ്രപ്പോസൽ കൊടുക്കണം ബഡ്ജറ്റിൽ വരാൻ. അപ്പോഴാണ് നമ്മുടെ CPIM-ൻ്റെ ജില്ലാ സെക്രട്ടറി മെമ്പർ PB ഹർഷകുമാർ രാവിലെ അസംബ്ലി വരുന്നത്. പറഞ്ഞു അടൂരിൽ നമുക്കൊരു സ്റ്റേഡിയം വേണം, അതുകൊണ്ട് സാർ ബഡ്ജറ്റ് എഴുതുന്ന സ്ഥലത്ത് സാറിനെ കണ്ട് നിവേദനം കൊടുക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടും കൂടെ അന്നത്തെ മുനിസിപ്പൽ ചെയർമാനും കൂടെ സാറ് ബഡ്ജറ്റ് തരുന്ന തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്ത് അവിടെ വന്ന് ഞാൻ കത്ത് തരുന്നു. ആദ്യം പ്രഖ്യാപിച്ചത് അടൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിന് 10 കോടി രൂപയാണ്. അപ്പോഴാണ് കൊടുമൺകാർ പറയുന്നത് ഞങ്ങൾക്കും വേണം സ്റ്റേഡിയം. അപ്പോൾ സാറ് അവിടെയും 14 കോടി രൂപ തന്നു എന്നുള്ളതാണ്. അത് ശരിക്കും അത്ഭുതത്തോടെയാണ് ഞങ്ങളൊക്കെ കാണുന്നത്. കാര്യം ഇങ്ങനെ ഒരു മന്ത്രിയോ. അടൂരിനെ കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല, കൊടുമണ്ണിനെ കുറിച്ച് അറിയാം. ഈ സ്റ്റേഡിയം പണിത് കഴിഞ്ഞാൽ പിന്നെ അതോട് തീർന്നു.
കുറച്ച് കഴിയുമ്പോൾ ഒന്നും ഉപയോഗിക്കാതായി തീരും. അപ്പോൾ കൊടുമണ്ണും കൊടുത്തത് എന്തിനാണെന്നറിയാം ഇപ്പാന്നാർ അവരുടെ പാരമ്പര്യം വെച്ച് അവർ നോക്കേണ്ടതാണ്, അതെ അതെ അതെ, ഉപയോഗിക്കേണ്ടതാണ്. അപ്പം അതുകൊണ്ട് അതിപ്പോൾ നടക്കുന്നുണ്ട് അവിടെ കോച്ചിങ്ങും കാര്യങ്ങളും 10-20 നല്ലതുപോലെ അവർ നോക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം ഞാനൊരു കാര്യവും കൂടി ചെയ്തിട്ട് ബാക്കി എല്ലാ സ്റ്റേഡിയവും സ്പോർട്സ് കൗൺസിലാണ് കൈകാര്യം. ഇത് ഞാൻ പഞ്ചായത്തിനെ ഏൽപ്പിച്ചു. അതിൻ്റെ മോണിറ്ററിങ് പഞ്ചായത്തിനും കാര്യങ്ങളും. അപ്പം നാട്ടുകാർക്കൊക്കെ അതിലൊരു പങ്കുണ്ട്. എന്നിട്ട് ബഡ്ജറ്റ് അക്കൗണ്ടിൽ, സ്പീച്ചിലല്ല, അക്കൗണ്ടിൽ 10 ലക്ഷം രൂപ അടുത്ത സ്പോർട്സ് ട്രെയിനിങ്ങിന് വെച്ച് ഇപ്പോഴും 10 ലക്ഷം കിട്ടും. അതുകൊണ്ട് മറ്റെവിടെ അത് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്, ഇവിടെ മാത്രമേ അത് അങ്ങനെ അനുവദിച്ചിട്ടുള്ളൂ. അതെ അതെ അതെ. ചില ഇത് എൻ്റെ ഒരു സ്പെഷ്യലായിട്ട് ചെയ്താ. പക്ഷേ നമ്മുടെ അടൂരിലെ സ്റ്റേഡിയം എന്ത് പറ്റി? അടൂർ സ്റ്റേഡിയം ഇപ്പോൾ നിർമ്മാണം തുടങ്ങാൻ പോവുകയാണ്. അതിന് സാങ്കേതികമായ ചില പ്രശ്നം, സ്ഥലത്തിൻ്റെ ഒരു പരിമിതി ഉണ്ടായിരുന്നു. അത് പിന്നെ നിലം കരയാക്കുന്നതുമായി ബന്ധപ്പെട്ട് അതെല്ലാം ഇപ്പോൾ കഴിഞ്ഞു. ഇപ്പോൾ ഉടൻ തന്നെ അവിടെ നിർമ്മാണം തുടങ്ങും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ. അപ്പം നമുക്ക് പത്തനംതിട്ട സ്റ്റേഡിയമായി, അടൂരായി, ഇനി തിരുവല്ലയിൽ നമുക്ക് കൊണ്ടുവരണം. പ്രധാനപ്പെട്ട എല്ലാ പട്ടണങ്ങളിലും നമുക്ക് സ്റ്റേഡിയങ്ങൾ വേണം. കുട്ടികൾക്കേ കളിക്കാൻ ഇടം വേണം. അല്ലെങ്കിൽ വൈകുന്നേരം അവരെന്നാ ചെയ്യുക? ഈ വഴിതിരിഞ്ഞ് പോകുന്നതൊക്കെ അഡിക്ഷനും ഡ്രഗ്സും പോകുന്നത്. നമുക്ക് വേണ്ടത്ര സ്പോർട്സ് സൗകര്യങ്ങൾ കേരളത്തിൽ വൈകുന്നേരം കുട്ടികളെ എൻഗേജ് ചെയ്യാനായിട്ട്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നത് ഈ 2018 സാർ കിഫ്ബി കൊണ്ടുവന്നത് മുതൽ സാറിൻ്റെ ഒരു പ്രത്യേകത, ഈ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി 140 അസംബ്ലി മണ്ഡലത്തിൽ ഒരുപോലെ കിഫ്ബിയുടെ പണം അനുവദിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അവരെല്ലാം വന്ന് ഞാൻ നോക്കുന്നു UDF MLA-മാരെല്ലാം സാറിനെ കണ്ടിട്ട് എനിക്ക് വേണം, എനിക്ക് വേണമെന്നുള്ള നിലയിൽ ഒരു സമ്മർദ്ദം ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ സാർ അപ്പോഴെല്ലാം പോസിറ്റീവായിട്ടാണ് അവരോട് ഇടപെടുന്നത്. അത് ആര് ഭരിക്കും എന്നുള്ളല്ലോ, ജനത്തിന് ആവശ്യമാണെന്ന്. അപ്പോൾ അങ്ങനെയാണ് ഒരു ആറ്റിറ്റ്യൂഡ്. വികസന കാര്യങ്ങളിൽ നമ്മൾ ഈ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഞാൻ കാണുന്നത്, സാറ് ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരുപക്ഷേ ഈ വിദേശ രാജ്യങ്ങളിൽ കുട്ടികൾ പഠിക്കുമ്പോഴുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുത്തത് സാറ് ധനകാര്യമന്ത്രിയായതിനു ശേഷമാണ്. ഹൈടെക് സ്കൂള്, അത് ഓരോ മണ്ഡലത്തിലും 5 കോടി രൂപ വീതം അനുവദിച്ചുകൊണ്ട് ഓരോ ഹയർ സെക്കൻഡറി സ്കൂളുകളെ ഹൈടെക് ആക്കി മാറ്റി അന്താരാഷ്ട്ര നിലവാരമുള്ളതാക്കി വെക്കുക. അത് പക്ഷേ കേരളത്തിലെ ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ളൊരു അനുഭവമാണത്. അത് സത്യം പറഞ്ഞാൽ 2 സ്ഥലത്തുള്ള അനുഭവങ്ങളിൽ നിന്ന് ചെയ്ത്, ഒന്ന് നമ്മുടെ രവീന്ദ്രൻ മാഷിൻ്റെ, അതെ അതെ അതെ, രവീന്ദ്രനാഥിൻ്റെ കൊട്ടക്കരയിൽ ഇതുപോലെ ഹൈടെക് ആക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഇതിനു മുമ്പ് തന്നെ അദ്ദേഹം വേറെ ഫണ്ട് കണ്ടെത്തി ചെയ്തിരുന്നു. ഞങ്ങളുടെ അവിടെ ഒരു കൊച്ചു ലൈബ്രറിയിൽ ഒരു LP സ്കൂളിൽ ആകെ 15-16 കുട്ടികളേ ഉള്ളൂ. ടാഗോർ മെമ്മോറിയൽ സ്കൂൾ. അത് കമ്പ്യൂട്ടറൈസ് ഉണ്ടാക്കിയ വ്യത്യാസം വളരെ വലുതാണ്. അതും ഇംഗ്ലീഷ് തിയേറ്ററും കൂടി വന്നപ്പോഴത്തേനും ഗംഭീരമായി, താല്പര്യമായി. 120 പിള്ളേർ പഠിക്കുന്ന സ്കൂളായിട്ട് വർദ്ധിച്ചു. അതിത് 2 നിന്നാണ് കേട്ടോ നമുക്കെന്നാ ഹൈടെക് ആക്കി കളയാം. അതിനുവേണ്ടി അത് പക്ഷേ നമ്മുടെ കേരളത്തിൽ വലിയൊരു മാറ്റമാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. കാര്യം പൊതുവിദ്യാഭ്യാസ രംഗത്തെ കുട്ടികൾ കൂടുതൽ കടന്നു വന്നു. അൺഎയ്ഡഡ് സ്കൂളിൽ പോകുന്ന കുട്ടികളെല്ലാം പൊതുവിദ്യാഭ്യാസത്തിലേക്ക് വന്നു എന്നുള്ളത് തീർച്ചയായും വിദ്യാഭ്യാസ രംഗത്ത് സാറ് കൊണ്ടുവന്ന ഒരു വലിയ മാറ്റമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് നമ്മുടെ അടൂര് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട നിർമ്മാണ പ്രവൃത്തി? ഏറ്റവും പ്രധാനപ്പെട്ടതിനപ്പുറം എല്ലാം പ്രധാനപ്പെട്ടതാണ്. അങ്ങ് ധനകാര്യമന്ത്രിയായിരുന്നപ്പോൾ നമ്മുടെ അനുവദിച്ചത് ശരിക്കും പറഞ്ഞാൽ കോടതി സമുച്ചയം 10 കോടി രൂപയാണ് അനുവദിച്ചത്. നിർമ്മാണം പൂർത്തീകരിച്ചു കോടതി സമുച്ചയം. ഇപ്പോൾ അതിൻ്റെ സെക്കൻഡ് സ്റ്റേജ് വീണ്ടും 7 കോടി രൂപ അനുവദിച്ചു, 7.17 കോടി രൂപ അനുവദിച്ചു. ഈ ഹയർ സെക്കൻഡറി സ്കൂൾ, അടൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇന്ന് മനോഹരമായ സ്കൂളായി മാറ്റിയിരിക്കുന്നു. അതുമാത്രമല്ല, നമ്മുടെ മണ്ഡലത്തിലെ ഏതാണ്ട് 4ഓളം സ്കൂളിന് കിഫ്ബി ബണ്ടിൽ പണം തന്നു. പന്തളം തോട്ടക്കോണം, കിഴക്കൂറ സ്കൂള്, പെരിങ്ങനാട് സ്കൂള്, തൃച്ചേന്തമംഗലം സ്കൂൾ, ഇതിനെല്ലാം കിഫ്ബിന്ന് 3 കോടി രൂപ തന്നു. 2 സ്കൂൾ വെച്ച് ബാക്കിയെല്ലാം നിർമ്മാണം പൂർത്തീകരിച്ചു. അടൂര് ശ്രീമൂലം മാർക്കറ്റ് 2.5 കോടി രൂപ വിനിയോഗിച്ച്. അത് എനിക്ക് തോന്നുന്നു, ഞാൻ ഇടയ്ക്കൊരു വിദേശ രാജ്യത്ത് പോയപ്പം അവിടുത്തെ ഒരു മാർക്കറ്റ് കണ്ടപ്പോൾ എന്തുകൊണ്ട് ശ്രീമൂലം മാർക്കറ്റ് അങ്ങനെ ആക്കിക്കൂടാൻ തോന്നിയ അങ്ങനെ കിഫ്ബിയിൽ പ്രപ്പോസൽ തന്നു. അപ്പം തന്നെ പണം തന്നു, അതും പൂർത്തീകരിച്ചു. ഇനിയിപ്പം പറക്കോട് മാർക്കറ്റിന് പണം നൽകാമെന്ന് കിഫ്ബി സമ്മതിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അടൂരെ ക്രിമിറ്റോറിയം, ആധുനിക രീതിയിലുള്ള ക്രിമിറ്റോറിയത്തിന് നഗരസഭയിൽ 4.5 കോടി രൂപ കിഫ്ബി ഇപ്പം അംഗീകരിച്ച് കഴിഞ്ഞു.
അത് നമ്മുടെ മറ്റ് എല്ലാ മേഖലയിലും റോഡുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ സഞ്ചാരത്തിൽ എത്ര പുതിയ റോഡുകളിൽ കൂടിയാ പോയത്? ഒരുപാട് റോഡുകൾ വന്നു. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട 110 കോടി രൂപ ചെലവഴിച്ച ആനയടി കൂടൽ റോഡ്, അത് അന്താരാഷ്ട്ര നിലവാരത്തിൽ BM&BC നിലവാരത്തിലാണ് അത് നിർമ്മാണം നടക്കുന്നത്. ഇപ്പം 34 കിലോമീറ്റർ നീളത്തിലാണ്. 5 പഞ്ചായത്തുകളെ ബന്ധപ്പെടുത്തി 4 അസംബ്ലി മണ്ഡലത്തെ ബന്ധപ്പെടുത്തിയാണ് ആ റോഡ് കടന്നു പോകുന്നത്. അതുപോലെ തന്നെ ഏഴംകുളം കൈപ്പട്ടൂർ റോഡ് 64 കോടി രൂപയാണ്. അതുപോലെ പന്തളം ബൈപ്പാസ് 38 കോടി രൂപ. അതിൻ്റെ ഏതാണ്ട് അലൈൻമെൻറ്റ് കഴിഞ്ഞു, അതിൻ്റെ സോയിൽ ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞു, സ്ഥലം എക്വയർ ചെയ്യാൻ വേണ്ടി നോട്ടിഫിക്കേഷൻ വേണ്ടിയിട്ടുള്ള ഹിയറിങ് കഴിഞ്ഞു. ഇനിയിപ്പോൾ നോട്ടിഫൈ ചെയ്താൽ മാത്രം മതി. അടൂർ കോഴഞ്ചേരി റോഡ്, അതും ഇപ്പോൾ സർവേ കല്ല് സ്ഥാപിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കും. അങ്ങനെ നിരവധി റോഡുകൾക്കാണ് കിഫ്ബി പതിൽ പണം. അതുകൂടാതെ അടൂരിൽ തന്നെ ഒരു റിംഗ് റോഡിന് 20 ലക്ഷം രൂപ 20 കോടി രൂപ റിംഗ് റോഡ്, അതും കിഫ്ബി അംഗീകരിച്ചു. യഥാർത്ഥത്തിൽ ഇവിടെ വലിയ ഒരു മാറ്റമാണ് കിഫ്ബിയിലൂടെ അടൂർ അസംബ്ലി മണ്ഡലത്തിൽ നൽകിയിട്ടുള്ളത്. ഇനി അടൂർ ജനറൽ ആശുപത്രിക്ക് 27 കോടി രൂപ, ഇപ്പം 15 കോടി രൂപ അനുവദിച്ച് നിർമ്മാണം തുടങ്ങി 4 നില കെട്ടും. ഇനി അതുകൂടാതെ 13 കോടി രൂപ മദർ ആൻഡ് ചൈൽഡ് ഇപ്പോൾ തുടങ്ങാൻ പോകുന്നു. വലിയ മാറ്റമാണ് അടൂർ ജനറൽ ആശുപത്രി. ഇപ്പോൾ ഇത്രയ്ക്കായ സ്ഥിതിക്ക് നമുക്ക് ഇനി ഭാവിയിലേക്ക് ചിന്തിക്കേണ്ടതുണ്ട്. ഇനി എന്ത്? ഇനി ഇതൊക്കെ ഉപയോഗപ്പെടുത്തി തൊഴിലുകൾ സൃഷ്ടിക്കണം. അതാണ് അടുത്തതായിട്ട് വേണ്ടത്. അതെ, ആ തൊഴിലുകൾ ഇവിടെ ഉണ്ടാവുന്നില്ലെങ്കിലും എന്നാൽ നമുക്ക് പുറത്ത് നല്ല തൊഴിൽ ഇവിടുത്തെ യുവതി യുവാക്കൾക്ക് നൽകാൻ പറ്റണം. അതിനിപ്പോൾ തന്നെ ജോബ് സ്റ്റേഷൻ ആരംഭിച്ചിട്ടുണ്ട്. അടൂർ പറക്കോട് ബ്ലോക്ക് ഓഫീസിൽ ജോബ് സ്റ്റേഷൻ ആരംഭിച്ചിട്ടുണ്ട്. എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും രജിസ്ട്രേഷൻ വന്നു കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു അത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ മാറ്റമാണ് ആ രംഗത്തുണ്ടാകാൻ പോകുന്നത്. അതുപോലെ നമുക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള 2 കാര്യം, ഒന്ന് ഗ്രാമീണ ടൂറിസം, പിൽഗ്രിം ടൂറിസം. ശബരിമലയുടെ മൂലസ്ഥാനം പന്തളമാണ്. ഒരുപാട് കാര്യങ്ങൾ സാറിന് ചെയ്യാൻ പറ്റും. ശബരിമല അവിടെയുള്ള നമ്മുടെ മത സംഘടനകളോടൊക്കെ ഒരു ചർച്ച നടത്തി പറഞ്ഞു. പന്തളത്ത് വേണ്ടുന്ന പുതിയ തിരുവാഭരണ ഘോഷയാത്രയുടെ സ്ഥലം, അത് വഴി അതാകെ നവീകരിക്കേണ്ടതുണ്ട്. പന്തളത്തുണ്ടാക്കേണ്ട ക്രമീകരണങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പന്തളം ശബരിമലക്കുള്ള കവാടമായിട്ട് മാറ്റണം എന്നുള്ളതാണ് ആവശ്യം. നമുക്കതിന് പ്രയാസമില്ല, നമുക്ക് ചെയ്യേണ്ടതാണ്. ഇൻഫാക്ട് എങ്ങനെയാണ് ശബരിമലയെ നമ്മുടെ ജില്ലയുടെ വികസനത്തിന് ഉത്തേജകമായി മാറ്റാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന, മതസൗഹാർദ്ദം നിലനിൽക്കുന്ന ഒരു ജില്ലയാണ് പത്തനംതിട്ട. എല്ലാ മതങ്ങളും സൗഹൃദത്തോടെ പോലെയാണ്. ഇവിടെ പള്ളി, മോസ്ക്, ക്ഷേത്രം ഇതെല്ലാം ഒരുമിച്ചുള്ളതാണ്. തീർത്ഥാടന കാലത്ത് വലിയ യോജിപ്പാണ് ഇവിടെ. അതിലേറ്റവും പ്രധാനമായിട്ട് എരുമേലി പേട്ടതുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ എരുമേലി ക്ഷേത്രത്തിൽ നിന്ന് അവിടെ മസ്ജിദിൽ പോയിട്ട് തിരിച്ചു വരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് ഇവിടെ തന്നെ പന്തളം രാജാവ് സ്ഥലം കൊടുത്തിട്ടാണ് പന്തളത്ത് കടയ്ക്കാട് അവിടെ ഒരു ക്രിസ്ത്യൻ പള്ളി ഉണ്ടായത് അവിടെ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു മതമൈത്രി നല്ലത്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ഈ പിൽഗ്രിം ടൂറിസത്തെ ഏറ്റവും കൂടുതൽ നമുക്കുണ്ട്. കുറച്ച് തൊഴിൽ കിട്ടും. ഗ്രാമീണ ടൂറിസം വരുമ്പോഴും അതുണ്ടാവും. അപ്പം ഫാം ടൂറിസം ഉണ്ട്. നിശ്ചയമായിട്ടും ഈ വരാൻ പോണ തെരഞ്ഞെടുപ്പിൽ ശബരിമല കേന്ദ്ര ബിന്ദുവാക്കിക്കൊണ്ടുള്ള ഒരു വലിയ വികസന പരിപാടി നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. അപ്പം ഇത്തരത്തിൽ നമ്മൾ നമ്മുടെ വികസന സാധ്യതകളെ കണ്ടുകൊണ്ട് ഇടപെടുന്നതിന് ഉള്ള ഒരു വമ്പം പരിപാടി മുന്നോട്ട് വെച്ചിട്ടാണ് ഈ ഇലക്ഷനിൽ നമ്മൾ മത്സരിക്കുന്നത്. അപ്പം അതൊക്കെ നമ്മൾ ഒരുമിച്ചാണ് തീർച്ചയായിട്ടും ടീം പത്തനംതിട്ട. ഇപ്പം തന്നെ ഈ ടീം പത്തനംതിട്ട എന്നുള്ള നിലയിൽ 7 MLA-മാരും സാറിനൊപ്പം സാറിനോട് ചേർന്ന് നിൽക്കുകയാണ് ഈ വികസനം യാഥാർത്ഥ്യമാക്കുന്നത്. താങ്ക് യു.